പ്രമേഹമുള്ളവർ പാല് കുടിച്ചാൽ ഷുഗർ കൂടുമോ? അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ പാല് കുടിക്കുന്നത് നല്ലതാണോ ആരോഗ്യത്തിന്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഈ പാലിന് ഒരു മധുരം ഉണ്ടല്ലേ സ്വാഭാവികമായിട്ടും. നമ്മൾ പഞ്ചസാരയൊന്നും ഇട്ടില്ലെങ്കിലും അതിനൊരു നാച്ചുറൽ സ്വീറ്റ്നെസ് ഉണ്ട്. അതിൽ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉണ്ട്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ഇങ്ങനെ കൂടിയിരിക്കുന്ന. അപ്പം ഗ്ലൂക്കോസ് ഉണ്ട് അതിൽ, ലാക്ടോസ്. സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാല് കുടിച്ചാൽ ഷുഗർ കൂടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഒരുമാതിരി എല്ലാ ആഹാര സാധനങ്ങളിലും വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പല രീതിയിലുള്ള ഗ്ലൂക്കോസ് ഉണ്ട്, ഷുഗർ ഉണ്ട്. അപ്പം അതുകൊണ്ട് പാല് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പാലിൽ ധാരാളം പോഷകമൂല്യം ഉള്ളത് കൊണ്ട് തന്നെ പാല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അധികം ഷുഗറൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയത്തൊക്കെ പാൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉണ്ട് ഈ പാലിലെന്ന്. ഈ ലാക്ടോസിനെ നമ്മളെ വയറ്റിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ചില ആളുകളിൽ ജനിതകപരമായിട്ട് ഈ ലാക്ടേസ് എൻസൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ പാല് കുടിച്ചാൽ ഈ ലാക്ടോസിനെ ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മളുടെ വയറിന് സാധിക്കില്ല. അത് ഇൻഡൈജഷൻ, വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കാരണമാവാം. ഇത് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ പാലിൽ കാസിൻ പോലുള്ള ചില പ്രോട്ടീനുകളുണ്ട്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ചില അസുഖങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ കാരണം ഉണ്ടാകുന്ന. അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രവണത ഉണ്ട് എന്നുള്ള ചില പഠനങ്ങളുണ്ട്. അപ്പം ഈ ആ രീതിയിൽ അസുഖങ്ങളുള്ള ആളുകൾ പാൽ ഒഴിവാക്കാനായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ A1 മിൽക്കും ഉണ്ട്, A2 മിൽക്കും ഉണ്ട്. ഈ A1 മിൽക്ക് എന്ന് പറയുന്നത് ഹൈബ്രിഡ് പശുക്കളുടെയാണ്. അപ്പോൾ A1 മിൽക്കും A2 മിൽക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രമേഹമുണ്ട്, നിങ്ങൾ പാല് കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെ പാല് കുടിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്ന് വിലയിരുത്തിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.